ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആരും ചെയ്യാത്ത റെസിപ്പിയൊന്നുമല്ല, എന്നാലും റേക്കുട്ടിക്ക് ഇഷ്ടമുള്ള അധികം സോസ് ഒന്നും യൂസ് ചെയ്യാതെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നോക്കാം. അപ്പോൾ എൻ്റെ ടെസ്റ്റർ റേക്കുട്ടി ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അവൾക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാം. പിന്നെ ഇച്ചിരി പേരിന് പെപ്പർ കൂടിപ്പോയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിരുന്നു, പക്ഷെ അവളെ സംബന്ധിച്ച് കുറച്ച് എരിവുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ മുഖത്ത് കാണാം കേട്ടോ. അവൾ പറഞ്ഞത് മനസ്സിലായോ? അമ്മേ പൂപ്പറ മീൻസ് സൂപ്പറ. അവൾക്കത് ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് റൈസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 3 കപ്പ് അരി നന്നായി 3-4 തവണ കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അളവ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിങ്ങൾക്ക് റൈസ് കുക്ക് ചെയ്യുന്ന വിധം കാണുമ്പോൾ മനസ്സിലാകും. ഇനി നമുക്ക് ഈ അരി ഒന്ന് 30 മിനിറ്റ് കുതിർത്ത് വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ക്യാപ്സിക്കം, ഒനിയൻ, ജിഞ്ചർ, ഗാർലിക്, ലെമൺ, ക്യാരറ്റ്, ചില്ലി, 5 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ്. ഇനി നമുക്ക് ചിക്കൻ്റെ പണി നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ ഇത് അരിപ്പൊടിയാണ് കേട്ടോ. നല്ല കറുമുറാന്നിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്തു. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തു. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. നിങ്ങൾക്ക് എരിവ് വേണ്ട ആളാണെങ്കിൽ കുറച്ചുകൂടി മുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ റേക്കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുറച്ചളവിൽ മാത്രമേ കാശ്മീരി ചില്ലി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചിക്കൻ പീസ് ഇത്ര വലുപ്പത്തിൽ വേണ്ട കേട്ടോ. നമുക്ക് മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെ എടുക്കാം. വീഡിയോ എടുക്കാനുള്ള ത്വരയിൽ വിട്ടുപോയി. ഇത് നമ്മൾ വീണ്ടും ചെറുതാക്കിയിരുന്നേ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മളൊരു കാര്യം മറന്നുപോയത്, കോൺഫ്ലവർ ഇട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതേ ഇടുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. എത്ര നന്നായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. വെജിറ്റബിൾസ് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് പച്ചക്കറി അരിഞ്ഞു തുടങ്ങാം. അപ്പോൾ ക്യാബേജാണ് ഫസ്റ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ക്യാബേജ്, ഇതുപോലെ തന്നെ ഉള്ളി, ക്യാരറ്റ്, അങ്ങനെ ഓരോന്നായി എല്ലാം അരിഞ്ഞു തുടങ്ങാം. ക്യാപ്സിക്കം ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാം. പക്ഷെ എനിക്ക് ഗ്രീൻ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അത് മതി, കുഴപ്പമില്ല. ഫൈനലി നമ്മുടെ ചില്ലി കൂടെ അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഷോഫിന് 2 എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ചെറിയൊരു ചില്ലി മാത്രമാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. എനിക്ക് അത്രയും പറഞ്ഞല്ലോ, എരിവ് ആവശ്യമില്ല. എന്ത് രസമല്ലേ കാണാൻ, ഓണത്തിന് പൂക്കളം ഒരുക്കാൻ അരിഞ്ഞതുപോലെ. ഇനി കുതിർത്ത് വെച്ച അരി മറക്കരുതല്ലോ. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഏലക്കയും പട്ടയും ഗ്രാമ്പുവും ചേർത്തിട്ടുണ്ട്. ഇതേ വെള്ളം തുള്ളി തിളച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി അരിയിടൽ ചടങ്ങാണ്. അതിനു മുമ്പ് കുറച്ച് ഉപ്പിടാം. ചിലർ മസാലയിൽ ആഡ് ചെയ്യും, ബട്ട് എനിക്ക് റൈസിൽ കുറച്ച് ഉപ്പ് പിടിച്ചില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. സോ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുതിർത്ത് വെച്ച അരി മൊത്തമായിട്ട് ഇതിലേക്ക് കമഴ്ത്തുക. അരിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മറിക്കുക. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് വേഗം നമുക്ക് അടുത്ത പണി നോക്കാം. എഗ് സ്ക്രാമ്പിൾസ് ഉണ്ടാക്കാം. ഒരു ബൗളിൽ മുട്ട എടുത്ത് ഒന്നൊന്നായി പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിക്കാം. ഈ ക്രിസ്റ്റൽ പാത്രത്തിൽ മുട്ട കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാല്. ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അയ്യോ, നമ്മുടെ റൈസ് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 15 മിനിറ്റിനുള്ളിൽ റെഡിയാണ് കേട്ടോ ഈ റൈസ്. ഒരുപാട് വെന്ത് പോവരുത്. ഇനി റൈസ് അരിപ്പയിലോ അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിലോ വാർത്തെടുക്കാം. റൈസ് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ചൂട് തണുത്താൽ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്യുത്തമം. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മുട്ട ഇതേ നമ്മൾ പാനിലേക്ക് ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമ്മൾ പാനിലേക്ക് ഒഴിച്ച് ഇതുപോലെ മുട്ട വറവില്ലേ അതുപോലെ തന്നെ ആക്കിയെടുക്കാം. എഗ് സ്ക്രാമ്പിൾസ്. സോ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്ത് മുട്ട സ്ക്രാമ്പിൾസ് ആക്കി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേയും മാഗ്നറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ സെയിം പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ നന്നായിട്ട് ഓയിൽ തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ചിക്കൻ്റെ വലിപ്പം കുറച്ച് കൂടിപ്പോയി എന്ന്. ഇത് ഇപ്പോഴത് കറക്റ്റ് സൈസിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ടും നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് അലങ്കാരത്തിന് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല, എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് വേറൊരു ടേസ്റ്റാണ്. ഈ കറിവേപ്പില ഇങ്ങനെ മൊരിഞ്ഞ എണ്ണയിൽ അതിൽ തന്നെ ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സമയത്ത് തന്നെ 2-3 ചിക്കൻ നമ്മളെ വായിലേക്ക് എത്തും. ആ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഈ അരിപ്പൊടിയൊക്കെ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റ് പണി എല്ലാം കൂടി മിക്സ്. അല്പം ഓയിൽ ഒഴിക്കുക. പാത്രം ചൂടായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. നെയ്യ് വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് നല്ലതാണല്ലോ. പിന്നെ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ഒരു ക്രമത്തിൽ തന്നെ പോവാം. ആദ്യം ഉള്ളി, ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്ത് നേരത്തെ പോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, ക്യാബേജ്, പച്ചമുളക് എന്നിവ കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സ്വല്പം ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ട് എല്ലായിടെയും എത്തുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് നമുക്ക് എഗ് സ്ക്രാമ്പിൾസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എഗ് സ്ക്രാമ്പിൾസും ചിക്കനും ഇട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് ഡാർക്ക് സോസ് എടുത്ത് ഒഴിക്കാം. കൂടി പോവേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും സോൾട്ടും കൂടി ആഡ് ചെയ്യാം. ഈ സമയത്താണ് കുറച്ച് പെപ്പർ പൗഡർ നമുക്ക് കൂടിപ്പോയത്. അത് നോക്കിയിട്ട് കുട്ടികളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചിക്കൻ ഇടാൻ പറഞ്ഞു, ബട്ട് ചിക്കൻ എവിടെയെന്ന് മറന്നുപോയി ഗൈസ്. റൈസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ചിക്കൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പം തന്നെ റൈസ് കുറച്ച് മാത്രം ഇട്ടിട്ട് മാറ്റി വെച്ച് ചിക്കൻ ഇട്ടു. പിന്നെ അത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ബാക്കി ചോറും തട്ടി. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയട്ടെ, നമ്മൾ ചെറിയ എമൗണ്ടിൽ റൈസ് എടുത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. നമ്മൾ സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ഓർഡർ കിട്ടുമ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടെ റൈസ് അപ്പം തന്നെ ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് സോസ് ഒഴിച്ച് തരികയാണ് ചെയ്യുന്നത്. അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. നമ്മളിവിടെ എളുപ്പപ്പണിയാണ് നോക്കിയിട്ടുള്ളത്. എല്ലാ റൈസും ഇതിലേക്ക് തട്ടിയിട്ട് ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ട് റൈസിൽ പിടിക്കുന്ന വിധത്തിൽ കുറേ ടൈം ഇളക്കേണ്ടി വരും. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, അപ്പം കൂടുതൽ റൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് പറ്റണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ആ ചിക്കൻ വാട്ടിയ എണ്ണയില്ലേ, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ മിക്സ് ചെയ്ത് റേക്കുട്ടികളിൽ കുറച്ച് എമൗണ്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. എനിക്ക് കിട്ടിയൊരു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചെന്നൈ സ്റ്റൈൽ ആയിട്ടുണ്ടെന്നായിരുന്നു. അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. നമ്മുടെ ടെസ്റ്റർ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി പെപ്പർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എരിവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതർവൈസ് എവറിത്തിങ് വാസ് ഓക്കെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഗുഡ് ബൈ.